Hi all, welcome to StudyCom MLT Academy. പാരസൈറ്റോളജി ഏരിയ എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹുക്ക് വേം ഈസ് ദ കോമൺ നെയിം ഓഫ് ഓപ്ഷൻ എ ട്രിച്ചൂറിസ് ട്രിച്ചൂറ, ഓപ്ഷൻ ബി ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ, ഓപ്ഷൻ സി അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ഓപ്ഷൻ ഡി എൻഡ്രോബിയസ് വെർമിക്ലോവാരിസ്. ഹുക്ക് വേം എന്നറിയപ്പെടുന്നത് ഇതിലേത് പാരസൈറ്റാണ്? യെസ്, ഹുക്ക് വേം എന്ന് അറിയപ്പെടുന്നത് ഏത് പാരസൈറ്റ് ആണ്? ആങ്കലോസ്റ്റോമ ഡിയോഡിനയാണ്. ആങ്കലോസ്റ്റോമ ഡിയോഡിനേനെ നമ്മൾ ഹുക്ക് വേം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഹെഡ് ഏരിയയിൽ ഹുക്ക് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഹുക്ക് വേം എന്ന് പറയുന്നത്. ശരിക്കും ഹുക്ക് വേം രണ്ട് ടൈപ്പ് ഹുക്ക് വേം ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾഡ് വേൾഡ് ഹുക്ക് വേം എന്നും പറയാറുണ്ട്, ന്യൂ വേൾഡ് ഹുക്ക് വേം എന്ന് പറയും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നെക്ടർ അമേരിക്കൻസ് ആണ് ന്യൂ വേൾഡ്, N4 എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ന്യൂ വേൾഡ് ഹുക്ക് വേം ആണ് നെക്ടർ അമേരിക്കൻസ്. ഓൾഡ് വേൾഡ് ഹുക്ക് വേം ആണ് ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ. അപ്പോൾ പണ്ട് നമ്മൾ വെറും ഹുക്ക് വേം എന്നുള്ള രീതിയിലായിരിക്കും ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ എന്നാണ് പഠിച്ചു വെച്ചത്. പക്ഷെ ഇങ്ങനെ പഠിച്ചു വെക്കുക, ഓൾഡ് വേൾഡ് ആങ്കലോസ്റ്റോമ ഡിയോഡിനലും ന്യൂ വേൾഡ് ഹുക്ക് വേം നെക്ടർ അമേരിക്കൻസുമാണ്. ഓക്കെ, ഹുക്ക് വേമിനെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? യെസ്, പാരസൈറ്റിനെ നമ്മൾ നെമറ്റോഡ്, സെസ്റ്റോഡ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് നെമറ്റോഡ് കാറ്റഗറിയിലാണ് നമ്മൾ ഹുക്ക് വേം വരുന്നത്. ഈ നെമറ്റോഡിൽ തന്നെ നമ്മൾ വീണ്ടും ഇൻഡസ്റ്റൈനൽ നെമറ്റോഡ്, ടിഷ്യൂ നെമറ്റോഡ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇൻഡസ്റ്റൈനൽ നെമറ്റോഡിലാണ് ആര് വരുന്നത്? ഈ ഹുക്ക് വേമും അല്ലെങ്കിൽ ആങ്കലോസ്റ്റോമയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ഇൻഡസ്റ്റൈനൽ നെമറ്റോഡിൽ വരുന്ന വേറെ ഏതൊക്കെ പാരസൈറ്റ് ഉണ്ടെന്ന് നോക്കാം. യെസ്, ഇൻഡസ്റ്റൈനൽ നെമറ്റോഡിൽ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വരുന്നവരാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ, നെക്ടർ അമേരിക്കൻസ്. സ്മോൾ ഇൻഡസ്റ്റൈനിൽ വരുന്നതാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ, നെക്ടർ അമേരിക്കൻസ്. ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ ഞാൻ പറഞ്ഞു ഓൾഡ് വേൾഡ് ഹുക്ക് വേമാണ്, നെക്ടർ അമേരിക്കൻസ് ന്യൂ വേൾഡ് ഹുക്ക് വേമുമാണ്. അങ്ങനെയാണെങ്കിൽ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിനെയാണ് നമ്മൾ റൗണ്ട് വേം എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ലൊക്കേറ്റ് ചെയ്യുന്നവരാണ് അസ്കാരിസും ആങ്കലോസ്റ്റോമയും നെക്ടറും. അസ്കാരിസിനെ നമ്മൾ എന്ത് പറയും? റൗണ്ട് വേം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ലാർജ് ഇൻഡസ്റ്റൈനിൽ ലൊക്കേറ്റ് ചെയ്യുന്നവർ ആരൊക്കെയാണ്? ലാർജ് ഇൻഡസ്റ്റൈനിൽ വരുന്നതാണ് ട്രിച്ചൂറിസ് ട്രിച്ചൂറയും എൻഡ്രോബിയസ് വെർമിക്ലോവാരിസും. ഈ ട്രിച്ചൂറിസ് ട്രിച്ചൂറനെ നമ്മൾ വിപ്പ് വേം എന്ന് പറയും. അതിൻ്റെ അഡൾട്ട് വേം വിപ്പ് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് വിപ്പ് വേം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് വിപ്പ് വേം എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണെങ്കിൽ ചോദിക്കുമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക ഹുക്ക് വേം എന്തുകൊണ്ടാണ് പറയുന്നതെന്നായിരിക്കും. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രിച്ചൂറിസ് ട്രിച്ചൂറനെ നമ്മൾ വിപ്പ് വേം എന്നും പറയും, എൻഡ്രോബിയസിനെ നമ്മൾ എന്ത് പറയും? പിൻ വേം എന്നും പറയും. പിൻ വേം. അപ്പോൾ ഏതിൻ്റെ മറ്റു പേരുകളും പഠിച്ചു വെക്കുക. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇൻഡസ്റ്റൈനൽ നെമറ്റോഡ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞതല്ല. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യെസ്, ഹൈഡാറ്റഡ് സിസ്റ്റ് ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ സിസ്റ്റിസെർക്കോസിസ്, ഓപ്ഷൻ ബി ട്രിപ്പണോസോമിയാസിസ്, ഓപ്ഷൻ സി എക്കിനോകോക്കോസിസ്, ഓപ്ഷൻ ഡി ഫൈലേറിയാസിസ്. ഓക്കെ, കറക്റ്റ് ആൻസർ അല്ല. ഹൈഡാറ്റഡ് സിസ്റ്റ് കാണുന്നത് എക്കിനോകോക്കോസിസ് ആണ്. എക്കിനോകോക്കോസിസ് എന്ന് പറയുന്നത് ആര് കോസ് ചെയ്യുന്നതാണ്? അല്ലെങ്കിൽ ഹൈഡാറ്റഡ് സിസ്റ്റ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഏജന്റ് ഏതാണ്? എക്കിനോകോക്കസ് ഗ്രാനുലോസം. എക്കിനോകോക്കസ് ഗ്രാനുലോസം അതിനെയാണ് നമ്മൾ ഡോഗ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് ഈ ഹൈഡാറ്റഡ് സിസ്റ്റ് കോസ് ചെയ്യുന്നത്. ഈ ഹ്യൂമൻ എക്കിനോകോക്കോസിനെയാണ് നമ്മൾ ഹൈഡാറ്റഡ് ഡിസീസ് എന്നോ ഹൈഡാറ്റിഡോസിസ് എന്നോ പറയുന്നത്. ഇത് കോസ് ചെയ്യുന്നത് ആരാണ്? എക്കിനോകോക്കസ് ഗ്രാനുലോസമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഡോഗ് ടേപ്പ് വേം എന്ന് പറയും, അതും അല്ലെങ്കിൽ ഹൈഡാറ്റിഡ് വേം എന്നും പറയും. ഇതെങ്ങനെയാണ് ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഡോഗിൻ്റെ ഫീസസിൽ കൂടെ പാസ് ചെയ്ത എഗ്ഗ് നമ്മൾ ആക്സിഡൻ്റലി ആയിട്ട് എന്ത് ചെയ്യാണ്? സോളോ ചെയ്തു പോകണത്. ഇതൊരു ആക്സിഡൻ്റൽ ഹോസ്റ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഡോഗിൻ്റെ ഫീസസിലുള്ള ഈ എക്കിനോകോക്കസിൻ്റെ എഗ്ഗ് നമ്മൾ സോളോ ചെയ്തു പോവാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ഡോഗ് ടേപ്പ് വേം ആണ് അല്ലെങ്കിൽ ഹൈഡാറ്റഡ് സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം.
ഹൈഡ്രാറ്റഡ് സിസ്റ്റ് ഉണ്ടാകുന്നത് ലിവറിലാണ്. കോമൺലി ലിവറിലാണ് ഈ ഹൈഡ്രാറ്റഡ് സിസ്റ്റ് കാണുന്നത് കേട്ടോ. അതിൻ്റെ പിക്ചർ ചിലപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ആയിട്ട് ഇതിന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഓർത്ത് വെക്കുക. എക്കിനോകോക്കസിൻ്റെ ഗ്രാനുലോസത്തിൻ്റെ പിക്ചർ ഉണ്ട്, ആ ഹൈഡ്രാറ്റഡ് സിസ്റ്റിൻ്റെ ഒറിജിനൽ പിക്ചറും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഓഫ് ആങ്കിലോസ്റ്റോമ ഡുയോഡെനൽ. ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി സോയിൽ, ഓപ്ഷൻ സി ഫുഡ്, ഓപ്ഷൻ ഡി ഇൻസെക്ട് വെക്ടർ. ആങ്കിലോസ്റ്റോമ ഡുയോഡെനൽ അതായത് നമ്മൾ ഹുക്ക് വേമിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഏതാണ്? സോയിലാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഓഫ് ആങ്കിലോസ്റ്റോമ ഡുയോഡെനൽ എന്ന് പറയുന്നത്. കാരണം നമുക്ക് പല സോഴ്സ് വരുന്നുണ്ട് അല്ലേ. ഫുഡ് വഴി ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ സോയിലിൽ കൂടെ ഇൻഫെക്ഷൻ കിട്ടുന്നതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സിൽ വരുന്ന ഇൻഫെക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ആയിട്ട് സോഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? യെസ്, ഒന്ന് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ജിയാഡിയ ലാംബ്ലിയ, ക്രിപ്റ്റോസ്പോറിഡിയം പാർവം, ഐസോസ്പോറ ബെല്ലി, സൈക്ലോസ്പോറ. ഇതൊക്കെ എന്താണ് നമുക്ക് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ. ഇതൊക്കെ അധികം കോസ് ചെയ്യുന്ന നമുക്ക് എന്താ പറയുക, ഡയറിയ, ഡിസെൻട്രി അങ്ങനത്തെ കണ്ടീഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലേ, ജിയാഡിയ ലാംബ്ലിയ കോസ് ചെയ്യുന്നത് ഡയറിയാണ്. അതുപോലെ തന്നെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഇതെല്ലാം നമുക്ക് വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങളാണ് വരുന്നത്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ജിയാഡിയ, ക്രിപ്റ്റോസ്പോറിഡിയം, ഐസോസ്പോറ ബെല്ലി, സൈക്ലോസ്പോറ, ഇതൊക്കെ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. പഠിച്ചു വെക്കണേ. ഓക്കെ, സോയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ആങ്കിലോസ്റ്റോമ ഡുയോഡെനൽ, അതേപോലെ തന്നെ ട്രിച്യൂറിസ് ട്രിച്ചൂറ, സ്ട്രോങ്കായലോയിഡ് ടെർക്കുവലാരിസ്. ഇതെല്ലാം എന്താണ്, നമുക്ക് സോയിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ആങ്കിലോസ്റ്റോമ, ആസ്കാരിസ്, അതുപോലെ തന്നെ ട്രിച്യൂറിസ് ട്രിച്ചൂറ, സ്ട്രോങ്കായലോയിഡ് ടെർക്കുവലാരിസ്, ആങ്കിലോസ്റ്റോമ ക്യാനിനം, ആങ്കിലോസ്റ്റോമ ബ്രസീലിയൻസ്, ഇതെല്ലാം എന്താണ്, സോയിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതും ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ് വെക്റ്റർ ബോൺ ആയിട്ട് വരുന്നതാണ് പ്ലാസ്മോഡിയം, ലേഷ്മാനിയ, വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മാലായ്, ഓങ്കോസോർക്ക വൾവുലസ്, ട്രിപ്പണോസോമ ബ്രൂസി, ട്രിപ്പണോസോമ ക്രൂസി. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഓരോന്നിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. അതിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഓരോ ഫ്ലൈസും ടിക്സും ഒക്കെ വരുന്നതില്ലേ, അതൊക്കെ വെക്ടറായിട്ട് വരുന്നതാണ്, വെക്ടർ ബോൺ ആയിട്ട് വരുന്നതാണ്. ലേഷ്മാനിയൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സാൻഡ് ഫ്ലൈ. അതുപോലെ വുച്ചിലേറിയ ബാങ്ക്രോഫ്റ്റിൻ്റെ കേസിലും ബ്രൂഗിയ മലൈൻ്റെ കേസിലും പരത്തുന്നത് ആരായിരുന്നു? മോസ്കിറ്റോ ആണ്. ഓങ്കോസോർക്ക പരത്തുന്നത് ബ്ലാക്ക് ഫൈ ആയിരുന്നു. ട്രിപ്പണോസോമ ക്രൂസി, അതുപോലെ ട്രിപ്പണോസോമ ബ്രൂസി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ സിസേ ഫ്ലൈയും അതുപോലെ തന്നെ സിസേ ഫ്ലൈയും ബഗ്ഗും പരത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Nocturnal periodicity characterized by option A microfilaria, option B leishmania, option C plasmodium falciparum, option D trypanosomes. Nocturnal periodicity കാണിക്കുന്നത് ആരാണ്? യെസ്, മൈക്രോഫൈലേറിയ അല്ലേ. അതായത് ആരുടെ മൈക്രോഫൈലേറിയ? നമ്മൾ ഫൈലേറിയൽ വേംസ് ആണ് ഈ നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നത്. ഉച്ചിലേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലായി ഒക്കെയാണ് ഈ നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നത്. എന്താ ഈ നൊക്ടേണൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ, ഈ ഉച്ചിലേറിയ ബാങ്ക്രോഫ്റ്റിയും ബ്രൂഗിയ മലയൊക്കെ നമ്മൾ ഹ്യൂമൻ ബ്ലഡ് സർക്കുലേഷനിൽ കാണുന്നത് നൈറ്റ് ടൈം ആയിരിക്കും. ഏകദേശം ഒരു 10 മണി തൊട്ട് 4 മണി വരെ, അല്ലെങ്കിൽ 10 മണി തൊട്ട് 2 മണി വരെ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഈ ഒരു സമയത്താണ് ഇതിൻ്റെ ഈ ബ്രൂഗിയ മലൈൻ്റെയും ബോച്ചുലേറിയ ബാങ്ക്രോഫ്റ്റിൻ്റെയൊക്കെ മൈക്രോഫൈലേറിയ എവിടെ കാണുന്നത്? പെരിഫറൽ ബ്ലഡിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അധികം നമ്മൾ എന്താ അറിയില്ല, ഡയഗ്നോസ് ചെയ്യാറില്ല അല്ലേ. നമ്മൾ അധികം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോർണിംഗ് ടൈമിലല്ലേ. അപ്പോൾ ഈ മോർണിംഗ് ടൈമിൽ ഇത് കാണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ്, DC പ്രൊവോക്കേഷൻ ടെസ്റ്റ്. രാവിലെ ഇവരെ ഈ ഒരു ബ്ലഡിൻ്റെ ഉള്ളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഈ DC പ്രൊവോക്കേഷൻ ടെസ്റ്റ് എന്ന്. അപ്പോൾ രാവിലെ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ ഇവരെ ബ്ലഡിൽ കാണില്ല, പക്ഷെ അങ്ങനെ കാണാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് DC പ്രൊവോക്കേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹെട്രാസൻ പ്രൊവോക്കേഷൻ ടെസ്റ്റ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പോയിന്റുകളും ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ,
ഇനി ഈ ലോവയൊക്കെ ആണെങ്കിൽ ഡയണൽ പീരിയോഡിസിറ്റിയാണ്, അതായത് ഡേ ടൈമിലാണ് പെരിഫറൽ ബ്ലഡിൽ ഉണ്ടാവുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എപ്പോഴും DC ആണെങ്കിൽ ചോദിക്കുക, ഇനി ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഡയണൽ ആവാം. അപ്പോൾ ഡയണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നതാണ് ലോവ, അതായത് ഡേ ടൈമിൽ ബ്ലഡിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിഷ്യൂ ഓക്കെ. സോ ഇതിൽ നമ്മൾ നേരത്തെ ഇൻഡസ്ട്രൈനൽ നെമറ്റോഡ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടിഷ്യൂ നെമറ്റോഡ്സ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ടിഷ്യൂ നെമറ്റോഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ടിഷ്യൂ നെമറ്റോഡ്സിനെ ലിംഫാറ്റിക്കിൽ കാണുന്നവരും സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിൽ കാണുന്നത്, അതേപോലെ കൺജക്ടൈവിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലിംഫാറ്റിക്കിൽ കാണുന്ന ടിഷ്യൂ നെമറ്റോഡ്സ് ഏതൊക്കെയാണ്? യെസ്, വുച്ചുലേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലൈ, ബ്രൂഗിയ ടിമോറി, ഇവരൊക്കെയാണ് മെയിൻലി ലിംഫാറ്റിക്കിൽ കാണുന്ന ടിഷ്യൂ നെമറ്റോഡ്സ്. സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിൽ കാണുന്നവരാരൊക്കെയാണ്? യെസ്, ലോവ, ഹോങ്കോസെർക്ക വൾവുലസ്, ഡ്രാക്കൻഗുലസ് മെഡിനൻസിസ്. ഇതാണ് നമ്മളെ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസിൽ കാണുന്നത്. കൺജക്ടൈവിൽ കാണുന്നത് ആരാണ്? ലോവ കൺജക്ടൈവിലും പ്രസൻ്റ് ആണ്, സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിലും പ്രസൻ്റ് ആണ്. ഓർത്ത് വെക്കുക, ലിംഫാറ്റിക്കിൽ കാണുന്ന ടിഷ്യൂ നെമറ്റോഡ് ബ്രൂഗിയ മലൈ ആൻഡ് വുച്ചുലേറിയ ബാങ്ക്രോഫ്റ്റി. സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിൽ കാണുന്നത് ലോവ, ഓങ്കോസെർക്കോ വൾവുലസ്, ഡ്രാക്കൻഗുലസ് മെഡിനൻസിസ്. കൺജക്ടീവയിലും കൺജക്ടീവയിലും എന്ത് കാണുന്നുണ്ട്? ലോവ കാണുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ DC പ്രൊവക്കേഷൻ ടെസ്റ്റ്, ഹെട്രാസൻ പ്രൊവക്കേഷൻ അല്ലെങ്കിൽ നൊക്ടേണൽ പീരിയോഡിസിറ്റി ഉള്ളത്? ഫസ്റ്റ് പറഞ്ഞ ലിംഫാറ്റിക്കിൽ കാണുന്ന വുച്ചുലേറിയ ബാങ്ക്രോഫ്റ്റിക്കും ബ്രൂഗിയ മലൈക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DC പ്രൊവക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, QBC ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഓപ്ഷൻ A ഫൈലേറിയ, ഓപ്ഷൻ B ലീഷ്മാനിയാസിസ്, ഓപ്ഷൻ C അമീബിയാസിസ്, ഓപ്ഷൻ D മലേറിയ. QBC ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ട് ടെസ്റ്റ്. ചിലപ്പം ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മലേറിയൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ മലേറിയൻ്റെ ലൈഫ് സൈക്കിളും അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പറഞ്ഞു? പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞതാണ്. സോ എന്താണ് QBC എന്ന് നോക്കാം. QBC ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി ബേസ്ഡ് മലേറിയൽ ഡയഗ്നോസിസ് ടെസ്റ്റാണ്. മലേറിയൻ്റെ ഡയഗ്നോസിസ് ആണ്. എന്ത് ബേസ്ഡ് ആയിട്ടുള്ളതാണ്? ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ആ ഒരു മൈക്രോ ട്യൂബ് നമ്മൾ യൂസ് ചെയ്യും. അതിൽ എന്ത് കോട്ട്? ഈ ഫ്ലൂറസൻ ഡൈ ആയിട്ടുള്ള അക്രിഡിൻ ഓറഞ്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അക്രിഡിൻ ഓറഞ്ച് എന്ന് പറഞ്ഞ് ഫ്ലൂറസൻ ഡൈ കോട്ട് ചെയ്ത ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിൽ നമ്മൾ ഈ ബ്ലഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ നമ്മൾ മലേറിയൽ പാരസൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു അക്രിഡിൻ ഓറഞ്ച് മലേറിയൻ്റെ ന്യൂക്ലിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഫ്ലൂറസെൻറ്റിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഈ അക്രിഡിൻ ഓറഞ്ച് വെച്ച് സ്റ്റെയിൻ ചെയ്ത പാരസൈറ്റ് ഈ ഒരു ബ്രൈറ്റ് കളർ, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിന് അഗെയിൻസ്റ്റ് ഒരു ബ്രൈറ്റ് ഫ്ലൂറസെൻസ് തരും. QBC ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിൽ നമ്മൾ അക്രിഡിൻ ഓറഞ്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യുന്ന സമയത്ത്, ബ്ലഡ് ആയത് സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മളുടെ ബ്ലഡിൽ മലേറിയൽ പാരസൈറ്റ് ഉണ്ടെങ്കിൽ ആ പാരസൈറ്റിൻ്റെ ന്യൂക്ലിക് ആസിഡ് ഈ അക്രിഡിൻ ഓറഞ്ച് വെച്ച് സ്റ്റെയിൻ ചെയ്യും. അതുമായിട്ട് എന്തുണ്ടാക്കും? ബോണ്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നോക്കുന്ന സമയത്ത്, ഏത് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിലാണ് നോക്കുക? യെസ്, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിലാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡൈ ഫ്ലൂറസൻ ഡൈ ആണ്, അക്രിഡിൻ ഓറഞ്ച് എന്ന് പറയുന്നത്. എന്നിട്ട് അത് ബ്രൈറ്റ് ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ചെയ്യും മലേറിയ ഉണ്ടെങ്കിൽ. ഓക്കെ, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബ്രൈറ്റ് ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ ആ ഒരു ആ ട്യൂബിൻ്റെ പിക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ ഗ്യാമറ്റോസൈറ്റ് എവിടെയാണ് ഉണ്ടാവുക, ഷൈസോണ്ട്, ട്രോഫോസോയിറ്റ് ചെയ്ത് റിംഗ് ഫോമൊക്കെ എവിടെയാണ് ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.